ഈ റാലി ഉദ്ഘാടനം ചെയ്യുന്ന സഖാവ് പിണറായിയെ എല്ലാവർക്കും വേണ്ടി ഈ തളിപ്പറമ്പ് അസംബ്ലി മണ്ഡലത്തിന്റെ ഭാഗമായിക്കൊണ്ട് കമ്മിറ്റിക്ക് വേണ്ടി സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ സഖാവ് KV ഗോപിനാഥിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ബഹുമാനരെ, ഈ റാലി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേരളത്തിന്റെ ആരാധ്യനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ നിങ്ങളെ അഭിമുഖീകരിച്ച് സംസാരിക്കും. ഏറെ ആദരവോടെ ആദ്യഘട്ട അതിനു വേണ്ടി ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന LDF നേതാക്കളെ, സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലാണ് നാം നിൽക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒന്നാണ്. കേരളത്തിൻ്റെ ഭാവിയിൽ താല്പര്യമുള്ള എല്ലാവരും അതീവ പ്രാധാന്യത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. 2011 മുതൽ 16 വരെയുള്ള കാലയളവിൽ കേരളത്തിലുണ്ടായി. അത് UDFന്റെ ഇരുണ്ട കാലമായിരുന്നു. ഈ നാട് ഇനി നന്നാകുമോ, എൻ്റെ നാട് ഇങ്ങനെയായിപ്പോയി എന്നെല്ലാമുള്ള പരിവേദനങ്ങൾ നാട്ടിലാകെ നിറഞ്ഞു നിന്ന കാലം. അതിനുശേഷമാണ് 2016-21 കാലം വരുന്നത്. LDFനെ ജനങ്ങൾ അധികാരത്തിലേറ്റിയ കാലം. 2016 തൊട്ട് കാര്യങ്ങൾ നിരീക്ഷിച്ചാൽ വലിയ മാറ്റം നമ്മുടെ നാടിന് സംഭവിച്ചതായി കാണാൻ കഴിയും. അതിൻ്റെ ഭാഗമായി മാറുകയില്ല, ഒരു പുരോഗതിയും ഉണ്ടാകില്ല എന്ന് കരുതിയ പല മേഖലകളും നല്ലതുപോലെ മാറുന്നത് നാം കണ്ടു. നാഷണൽ ഹൈവേ എന്നത് നമ്മുടെ വില്ലേജ് റോഡിനേക്കാളും പരിതാപകരമായ അവസ്ഥയിലായിരുന്നു പലയിടത്തും. എന്നാൽ നമ്മുടെ നാട് അതീവ പ്രാധാന്യത്തോടെ ആ പദ്ധതി പ്രാവർത്തികമാക്കാൻ തീരുമാനിച്ചു. അത് LDF 2016 അധികാരത്തിൽ വന്നതുകൊണ്ട് മാത്രമാണ് ഈ തരത്തിൽ നടപ്പാകുന്ന സ്ഥിതി വന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം വരുന്നതിന് 2 ദിവസം മുൻപ് പ്രധാനമന്ത്രി ഇതിൻ്റെ ചില ഭാഗങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. പല ഭാഗങ്ങൾ പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാകില്ല എന്ന് കരുതിയവർക്കെല്ലാം അത് യാഥാർത്ഥ്യമാകുന്നുവെന്ന അനുഭവം വന്നിരിക്കുന്നു. എല്ലാം വിശദമായി പറയാൻ ഈ അവസരം ഉപയോഗിക്കുന്നില്ല. പക്ഷേ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, LDF അല്ലായിരുന്നുവെങ്കിൽ ഇതെല്ലാം നടക്കുമായിരുന്നു എന്നുള്ളത്. LDF ആയതുകൊണ്ട് മാത്രമാണല്ലോ ഈ കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞത്. നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ നവംബർ 1 അതിദാരിദ്ര്യമുക്തം, സംസ്ഥാനം അതിദാരിദ്ര്യമുക്തമായി എന്നൊരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. അത് LDFന് തുടർഭരണം ജനങ്ങൾ സമ്മാനിച്ചതിൻ്റെ ഭാഗമായല്ലേ. തുടർഭരണം സമ്മാനിക്കുന്നതിന് ജനങ്ങളെ പ്രേരിപ്പിച്ചത് എന്താണ്? 2016 മുതൽ 21 വരെയുള്ള നാടിൻ്റെ അനുഭവം. മാറില്ല എന്ന് കരുതിയ ഭാഗങ്ങൾ മാറി. നാടിൻ്റെ സർവ്വമേഖലയും പുരോഗതിയിലേക്ക് നീങ്ങുന്നു. അതിൻ്റെ കൂടെ ജനങ്ങളുമുണ്ടായി.
LDF ഗവൺമെൻറ് വികസന കാര്യങ്ങൾ നടപ്പാക്കുമ്പോൾ ജനങ്ങളെയും ചേർത്ത് നിർത്തിയിരുന്നു. ജനക്ഷേമം അതോടൊപ്പം തന്നെ നല്ലതുപോലെ പരിഗണിച്ചു. ഇപ്പോൾ വികസനവും ജനക്ഷേമവും ഒരേ സമയം നടപ്പാക്കുകയായിരുന്നു. ഇതിൻ്റെയെല്ലാം ഭാഗമായി ജനങ്ങളും സഞ്ചരിക്കുകയായിരുന്നു. മാറ്റം ഓരോരുത്തരും അനുഭവിക്കുകയായിരുന്നു. അതിൻ്റെ ഫലമായാണ് കേരളത്തിൻ്റെ ചരിത്രം തിരുത്തുന്നതിന് ജനങ്ങൾ സന്നദ്ധമായി. സമ്മാനിച്ചത് ശരിയായോ എന്ന പരിശോധനയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് നടത്തേണ്ടത്. പക്ഷേ ജനങ്ങളാ പരിശോധന ഈ 5 വർഷക്കാലം വിവിധ ഘട്ടങ്ങളിൽ നടത്തിയതാണ്. അല്ലെങ്കിൽ നമ്മളെക്കാളും സമ്പന്ന സംസ്ഥാനങ്ങളല്ലേ, ആലോചിക്കാൻ കഴിഞ്ഞോ? അവിടെയാണ് LDF വേറിട്ട് നിൽക്കുന്നത്. രാജ്യത്ത്, ഇന്ത്യ രാജ്യത്താണ് ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ളത്. നമ്മുടെ രാജ്യങ്ങളൊരു പട്ടിക നിരത്തിയാൽ ദാരിദ്ര്യത്തെ അടിസ്ഥാനപ്പെടുത്തി പരിശോധിച്ചാൽ നമ്മുടെ രാജ്യം ഏറ്റവും അവസാന ഭാഗത്തായിരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു അവസ്ഥ വന്നത്? രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ നയം. BJP ഗവൺമെന്റ് നടപ്പാക്കുന്നത് ആഗോളവൽക്കരണ നയമാണ്. അത് ജനങ്ങളെയല്ല കണക്കാക്കുന്നത്. അവരുടെ പരിഗണന, അവരുടെ പരിരക്ഷ, അവരുടെ പിന്തുണ കോർപ്പറേറ്റുകൾക്കും അതിസമ്പന്നർക്കും മാത്രമാണ്.